നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലൈവായിട്ട് ആൾക്കാരെ മൂഞ്ചിക്കാൻ നടക്കുന്ന അടുത്തൊരു സ്കാമാണ് കേരളം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനകത്തുള്ള കോളനി ഐറ്റംസിന്റെ ഒക്കെ ഒരു ഷോ ഓഫ് ഈ ചെറുക്കനെയും അഥവാ ഈ പയ്യനെയും ആ പയ്യന്റെ ആ ഒരു കൂട്ടുകാരെയും ഒക്കെ ചേർത്ത് വിളിക്കുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കുറച്ചധികം ഈ അടുത്ത കാലത്ത് എന്നോട് ഹെൽത്തി ആയിട്ട് വിമർശിച്ചിട്ടുള്ളത്, അതിന് എന്നെ അനുകൂലിക്കാതെ അവർ സംസാരിച്ചിട്ടുള്ളത്, രേണു സുധിയെ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഈ ഒരു പല കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഞാൻ കാരണം ആ ഒരു സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, അവർ എനിക്കോ സമൂഹത്തിനോ യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യുന്നില്ല എന്നുള്ള ധാരണയുടെ പുറത്തായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എന്നാൽ ഇന്ന് എൻ്റെ ആ ധാരണയെ തന്നെ മൊത്തത്തിൽ അടിമുടി മാറ്റിക്കൊണ്ട് രേണു സുധി എന്താണെന്നുള്ള കാര്യം റിയലായിട്ട് അവരുടെ മറ്റൊരു ഫേസ് ഇങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ അത് പറയാതെ പോകാൻ, അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ, ശരിക്കും പറഞ്ഞാൽ അവരെ എനിക്ക് യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും തരികയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഇത് പറയുമ്പോഴും കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ, അവന് ഇപ്പം നിങ്ങൾ അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല, അവന് ഏറ്റവും മോശമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരിക്കും നിങ്ങൾ എന്നോട് പ്രതികരിക്കുക എന്നുള്ള കാര്യം മാന്യമായിട്ട് പറയാം. അതോടൊപ്പം തന്നെ സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി ഈ കാണിച്ചേക്കുന്ന കാര്യത്തിന് എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതും കൂടെ നിങ്ങൾ പറയാം. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് മെഗാ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു സാധനം ₹500 എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് വമ്പൻ സ്കാം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളതിന് ഏറ്റവും എന്താണ് സുധിയുടെ വിധവയായിട്ടുള്ള സമൂഹത്തിൽ അവരിടുന്ന ഡ്രസ്സോ അവരുടെ ഇഷ്ടത്തിനുള്ള മറ്റുള്ള പ്രവൃത്തികളോ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളോടോ അവരാര് തന്നെ എതിർത്താലും, ഞാൻ ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരെ എതിർത്താലും ഞാൻ അവരെ എതിർക്കും. പക്ഷേ ഈ ഒരു കാര്യം തെമ്മാടിത്തരും ശുദ്ധ തെമ്മാടിത്തരും സമൂഹത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യാത്തതും ഒരു കൂട്ടം ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അത് രേണു സുധിയല്ല, ഇനി ആരാണെങ്കിലും ഞാൻ അതിനെ എതിർക്കും. ഇനി കൂടെ നിൽക്കുന്ന പയ്യനെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആൾ ആരാണെന്ന്. ഒരു യൂട്യൂബറാണ് ഇയാൾ. ഒരു 4 വർഷത്തിലധികമായിട്ട് യൂട്യൂബിൻ്റെ അകത്ത് ഫാമിലി വ്ളോഗ് ചെയ്ത് നടന്നൊരു വ്യക്തിയാണ്. അതൊന്നും കിട്ടാത്ത റീച്ച് ഇന്ന് രേണു സുധിയുടെ കൂടിയപ്പോൾ കിട്ടിയ റീച്ചിനെ വെച്ച് യൂസ് ചെയ്യുന്നു. ഇയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഈ പുള്ളി ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. എവിടെയോ കണ്ടൊരു പരിചയം ഉണ്ടെങ്കിലും ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് റീച്ച് മുഖ്യം ബിഗിലെ ആൾക്കാരെ എങ്ങനെ മൂഞ്ചിച്ചിട്ടാണെങ്കിലും അവർക്ക് റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ മൂഞ്ചിക്കുക എന്നുള്ള പരിപാടി കാണിക്കുന്നതിനെ ഇടപെടും, എതിർക്കും, നഖശികാന്തം എതിർക്കും. അത് ഏതറ്റം വരെ എതിർക്കും. അത് ആരാണെങ്കിലും എതിർക്കും. കേൾക്കാം. 500 രൂപ ഒരു വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലൈവായിട്ട് ആൾക്കാരെ മൂഞ്ചിക്കാൻ നടക്കുന്ന അടുത്തൊരു സ്കാമാണ് കേരളം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനകത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. ഈ പറഞ്ഞ പ്രതീഷ് എന്ന് പറയുന്നത്, ഇയാളുടെ പേര് പ്രതീഷ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രതീഷ് ഇവരുടെ കൂടി ഇവരുടെ റീച്ചിനെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അതിനെ ബിസിനസ് ആക്കി മാറ്റുമ്പോൾ അതിനകത്ത് രേണു സുധി അറിഞ്ഞുകൊണ്ടും അറിയാതെയും അതിനകത്ത് എന്തായാലും പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരും പറയുന്നുണ്ട് 2ാം സമ്മാനം സ്വിഫ്റ്റ് കാർ, 3ാം സമ്മാനം ബൈക്ക്, 4ാം സമ്മാനം സ്വർണ്ണ നാണയങ്ങൾ, പിന്നെ ഘോര സംഭവങ്ങൾ കിട്ടും. ഇതെല്ലാം ഒരു വീടിനെ കാണിച്ചിട്ടാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരുള്ള ഒരു വീട് വിൽക്കുന്നു. ആ വീട് വിൽക്കുന്നത് സംഭവം കാരണം ഒരു സ്കാം. 500 രൂപ വെച്ച് നിങ്ങൾ കൂപ്പൺ എടുക്കുക. 500 രൂപ വെച്ച് കൂപ്പൺ എടുത്തതിന് ശേഷം അതിനുശേഷം നറുക്കെടുക്കുക. നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പരിപാടി നമ്മൾ കണ്ടു, പിന്നെ വേറെ പല ഇത് കണ്ടു. ആ സംഭവം നറുക്കെടുപ്പ് കൂപ്പൺ കൊടുത്ത് ആൾക്കാരെ പറ്റിച്ച് അതിനകത്ത് നിന്ന് ആയിരക്കണക്കിന് 10,000 പൈസ വാങ്ങിച്ച് ഇവർ ഉദ്ദേശിക്കുന്ന കോടികൾ വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് കുറെ ആൾക്കാർക്ക് ഈ പറഞ്ഞ വീതം വെച്ച് കൊടുക്കുകയും ഇവിടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരിപാടി നമ്മുടെ മുമ്പിലേക്ക് ലൈവായിട്ട് കാണിക്കുന്നു. പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു യാതൊരു തരത്തിലുള്ള നിയമ സംവിധാനങ്ങളും നാട്ടിലില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സ്കാം അല്ലേ, പ്യുവർ സ്കാം അല്ലേ? ഈ രണ്ടുപേരുടെയും അഥവാ രേണു സുധിയുടെയും ഈ പ്രതീഷിന്റെയും വോളിനകത്ത് പോയപ്പോൾ ഈ വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാണാത്താണോ എന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ അകത്തും തിരഞ്ഞു കണ്ടില്ല. അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മറ്റേ വിറ്റ് കാശ് ഉണ്ടാക്കുക എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് പരിപാടി. വിറ്റ് കാശ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഇതിനെക്കാട്ടിലും വേറെ ഒരുപാട് പണികളുണ്ട്. എനിക്ക് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും മറ്റ് പല ആൾക്കാരും എന്നെ കാണുന്ന ബഹുമാനായിട്ട് ആൾക്കാർ കാണുന്നതുകൊണ്ട് മാത്രം ഞാൻ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നില്ല. കുട്ടികളൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടും ദിവസം കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ ഒരു 2 ബെഡൊക്കെ എടുത്തിട്ടേക്കുന്ന ഒരു കട്ടിലിന്റെ വെള്ളം എന്താ അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാനോ? അതെന്ത് സംഭവം? അല്ല മെഷീൻ വല്ലതും ഉണ്ടോ അതിന്റെ അടിയിൽ? എന്ത് കാര്യം ഏറ്റവും സ്മൂത്ത് ആക്കാനാണോന്ന് അറിയത്തില്ല.
ഓക്കെ, അടിപൊളി കിച്ചണും ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഇല്ല, ബാക്കിയുള്ള എല്ലാ വീടുകളിലും മോശപ്പെട്ടുള്ള കിച്ചൺ ആണല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിലും എൻ്റെ വീട്ടിലും നമ്മളെല്ലാവരുടെ വീട്ടിലും മോശപ്പെട്ട കിച്ചൺ. അവിടെ മാത്രം അടിപൊളി ഒടുക്കത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. നേരെ മുകളിലേക്ക് പോവാ, ബാക്കി എല്ലാം നമുക്ക് കാണാം. നേരെ മുകളിലേക്ക് വിടുക, നിങ്ങൾ പോകണ്ട, നേരെ മുകളിലേക്ക് തന്നെയാണ്, എയറിലേക്ക് തന്നെയുള്ള പോക്കാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പൊ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരന് വയ്യേ, ഇത്രയും കയറിയപ്പോൾ തന്നെ വയ്യാത്തതാണോ? എന്ത് പറ്റി? വയ്യല്ലോ, സംസാരവും നടക്കാനും ഒന്നിനും വയ്യല്ലോ, എന്ത് പറ്റി? എന്താ? അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായും ഒക്കെ ഉള്ള വെട്ടവും വെളിച്ചവും വായുവും ഉള്ള സ്ഥലം, ഭൂമിയിൽ മലപ്പുറം ജില്ലയിൽ ഈ കുണ്ടന്നൂർ, എന്താ സ്ഥലം? വണ്ടൂര് ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം. അടിപൊളിയാണ്. ഇവിടെ റോഡ് തെങ്ങ് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 15 വീട് മാത്രമല്ല, നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, ഇത് കേസ് കൊടുക്കാൻ വേണ്ടി എല്ലാ വകുപ്പുള്ള കേസാണ്. ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഇതിൽ നറുക്കെടുക്കുന്നതിനകത്തുള്ള വിജയി നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഞാൻ 500 രൂപ കൊടുത്ത് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം തന്നേ പറ്റൂ എന്നുള്ളതാണ്. നറുക്കെടുത്തതിന്റെ വിജയി നിങ്ങൾ തന്നെ ആയിരിക്കും എന്നാ പറഞ്ഞത്. നിങ്ങളിൽ ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നറുക്കെടുക്കുന്നതിനകത്ത് വിജയി നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? എവിടെ നിന്നിട്ട് സംഭവം? ആരെങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെടും, ഒരു സംശയം വേണ്ട. ഒന്നുകൂടെ കേട്ടോ, എനിക്ക് എന്റെ ചെവിക്കുള്ള പ്രശ്നം വല്ലതുകൊണ്ടാണോ? നറുക്കെടുപ്പ് എന്ത് നറുക്കെടുപ്പാണ്? ആ നറുക്കെടുപ്പ് ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. കണ്ടോ? നറുക്കെടുക്കുന്ന ആൾ വിജയും നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും ഈ കൂപ്പൺ എടുത്ത ആൾക്കാരെല്ലാവരും ഇത് സൂക്ഷിച്ചു വെച്ചോ. ഇതിനകത്ത് നറുക്കെടുത്തിട്ട് നിങ്ങൾ വിന്നർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ ഈ ഒരൊറ്റ സാധനം മതി. ഒരു കേസിലുള്ള എല്ലാ വകുപ്പിനകത്തുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? കൊടുക്കുകയും വേണം. ഇങ്ങനെ മൂഞ്ചിക്കുന്ന പരിപാടികൾ നടക്കണ്ട. ഈ കേരളത്തിനകത്ത് അങ്ങനെ ആൾക്കാരങ്ങോട്ട് ഉണ്ടാക്കണ്ട. നിങ്ങൾ പ്രേക്ഷകരായിരിക്കും, ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 എണ്ണത്തിൽ ഒരു ഭാഗ്യശാലി. അപ്പൊ എന്തായാലും ഗൈസ്, ബൈ. അത് പോട്ടെ, ഞാൻ വേറെ സംഭവം മാറിപ്പോകുന്നു. ഓക്കെ, രേണുസുതി, ടു ബി ഫ്രാങ്ക്, നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഒരു സ്ത്രീത്വത്തിനെ, ഒരു വിധവയെ പബ്ലിക്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിന് അതിനെ എന്താ പറയുക ഒരുപാട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു തോന്നൽ കൊണ്ട് നിങ്ങളെ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു ഈ ഒരു വസ്ത്രം എനിക്ക് കുറച്ച് നാളിന് മുമ്പ് വാങ്ങിച്ചതാണ്, ഈ ഒരു സംഭവം എനിക്ക് കുറച്ച് നാളിന് വാങ്ങിച്ചതാണെന്നൊക്കെ പറയുന്നത്. നിങ്ങളിപ്പം ഞാൻ ആസ് എ പേഴ്സൺ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വരുമാനം എത്ര കിട്ടും, ഒരു മിനിമം എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഒരു കോമൺ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. ഈ പറഞ്ഞ പരിപാടിയിൽ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ലേ? പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു മേ ബി നമ്മളെക്കാട്ടിൽ നിങ്ങൾ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. എനിക്കൊരു ജോലിയുണ്ട് കേട്ടോ, ജോലിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും പോട്ടെ. അപ്പം നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പുറകെ സഞ്ചരിക്കും. ഞാൻ എൻ്റെ എഴുത്തുകളിൽ എല്ലാത്തിനും ഞാൻ എഴുതുന്നതും അങ്ങനെയാണ്. ഒരാളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വേണ്ടി ജീവിക്കുക. ഈ ഭൂമിയിൽ ഒന്നും ഒരാൾ നേടത്തില്ല, നേടുന്നത് മൊത്തം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജീവിക്കുന്നതിനപ്പുറം നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മരണത്തിന് ശേഷം അത് യൂസ്ലെസ്സാണ്. ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ജീവിക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ നേടുന്നത് ഇവിടെ തന്നെ. അതുകൊണ്ട് ആൾക്കാരെ മുഞ്ചിച്ചുകൊണ്ട് ആവരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിന് മറുപടി കൊടുക്കൂ. ഇനി നമ്മുടെ പയ്യൻ്റെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയില്ലേ, ഇത് ഞാൻ വായിക്കാം. കഴിഞ്ഞ ദിവസം അവൻ വളരെ സന്തോഷത്തോടുകൂടി അവൻ്റെ ചാനലിലൊരു എന്താണ് ചിക്കൻ എന്തോ സംഭവം ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നതൊക്കെ കൂട്ടുകാർക്കൊപ്പം ചെയ്യുന്നൊരു വീഡിയോ. ആ വീഡിയോയ്ക്ക് താഴെ ഒരുത്തൻ്റെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു സമൂഹത്തിനെ, ഒരു കമ്മ്യൂണിറ്റിയെ, ഇതൊന്നും അറിയാത്ത, അവരെന്താണ് അനുഭവിക്കുന്ന അവരുടെ ലൈഫിൻ്റെ തീഷ്ണത അറിയാത്ത ഏതോ ഒരു വേട്ടാവളിയൻ ഇട്ട കമൻറ്റാണ്. ആ വേട്ട കമൻറ്റ് ഇങ്ങനെയാണ്: വേട്ടാവളിയൻ സുധി, മരണപ്പെട്ടു പോയ സുധി. നമുക്ക് ആർക്കും ദോഷം ചെയ്യാത്തൊരു വ്യക്തിയാണ് അയാൾ. ഒരു മഹത്തരമായിട്ടുള്ള എന്തെങ്കിലും സമൂഹത്തിന് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം എനിക്കറിയത്തില്ല. എങ്കിലും അയാൾ കലാകാരനായിരുന്നു. കലാപ്രവർത്തനം സമൂഹത്തിന് വേണ്ടി തന്നെയാണ്.
കുഞ്ചൻ നമ്പ്യാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിൽ സമൂഹത്തിൻ്റെ അകത്തുള്ള ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, എനിവേ, വേട്ടാവാളിയൻ സുധി തട്ടിയത് കൊണ്ട്, അഥവാ വേട്ടാവാളിയൻ സുധി എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണപ്പെട്ട മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടതിനെ കളിയാക്കിക്കൊണ്ട് തട്ടിയത് കൊണ്ട് ഇവനും കോളനി നായികയും രക്ഷപ്പെട്ടു. ഇവനും കോളനി നായികയും. ഇതെന്തുവാ ഇവനും കോളനി നായികയും? ഈ കോളനി എന്നുള്ളൊരു പദപ്രയോഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ കോളനി എന്ന ഇവരെ അദ്ദേഹത്തിനെയും ആ പയ്യനെയൊക്കെ ചേർത്തുകൊണ്ട് പറയുന്നൊരു പേരാണ് കോളനി. ഈ കോളനി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷം വീട് കോളനി, അതൊക്കെ എന്താ പറയുമ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പരിവർത്തനം നടന്നൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ എവല്യൂഷൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വളരെ വലിയൊരു പൈതൃകത്തിൽ പെട്ടൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അത് അരക്ഷിതരായിട്ടുള്ള കുറേ ആൾക്കാർക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കോളനികൾ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു കോളനി ഉണ്ടായിരുന്നു. ആ കോളനി ഒന്നായിരുന്നു ഇന്ത്യ പോലെ പല പറയുമ്പോഴും അതിനെക്കാട്ടിന് മുമ്പ് ഒരു 10-11,000 വർഷത്തിന് മുമ്പ് ഒരു ഐസ് ഏജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഐസ് ഏജിൻ്റെ അകത്തൊരു 10,000-ൽ താഴെ മനുഷ്യർ ജീവിച്ച് അവർ മാത്രം സർവൈവ് ചെയ്ത് ആ മനുഷ്യർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി വന്ന അതിൻ്റെ അകത്ത് നിന്നും ഈ പിൽക്കാലത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ്. പല മതങ്ങളും മറ്റതും മറിച്ചതാണെങ്കിലും അന്ന് രക്ഷപ്പെട്ട മനുഷ്യർ അന്നത്തോടുകൂടി പോയിരുന്നെങ്കിൽ ദിനോസറുകൾ കുറ്റിയേറ്റ് പോയേനെ. ആ കോളനി എന്ന് വിളിക്കുന്ന നിങ്ങളും ആ കോളനികളിൽ ജീവിക്കുന്ന ആ സാധാരണ മനുഷ്യരും എല്ലാവരും ഈ ഓടുന്ന രക്തം ഉണ്ടല്ലോ അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNAs എല്ലാം ഏതാണ്ട് ഒരു സിമിലർ സെറ്റപ്പ്, ഏതാണ്ടല്ല സിമിലർ ആണ്, അവിടെ നിന്നാണ് വന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. കോളനി, തേങ്ങാക്കൊല, ആ കോളനികളിലേക്കൊക്കെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പാട് കൊണ്ട് ജീവിക്കുന്നവരെന്ന്. അവരൊക്കെ നിങ്ങളാരെങ്കിലും വല്ലതും ചെയ്യുന്നുണ്ടോ? കോളനി, തേങ്ങ, ഇവനൊന്നും വേറെ വിവരമൊന്നുമില്ല. എന്തോന്ന് ആടോ ഇത്, ആ കൊച്ചൻ അങ്ങനെയെങ്കിലും ജീവിക്കട്ടെ പാവം. ആരോ നല്ലൊരു കമന്റ് ഇട്ടിരിക്കുന്നു, ദേവിക എന്ന് പറഞ്ഞിട്ട്. സ്വന്തമായിട്ട് പേര് പോലും ഇല്ല, ആ പേരിനെ പോലും ഹൈഡ് ചെയ്തിട്ടാണ് ഏഞ്ചൽ എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്ത് കോളനി ഐറ്റംസ് ഒക്കെ ഒരു ഷോ ഓഫ് കണ്ടോ? അവരുടെ മറ്റൊരു കമന്റാ, കോളനി ഐറ്റംസിന്റെ ഒക്കെ ഒരു ഷോ ഓഫ്. ഈ ചെറുക്കനെയും അഥവാ ഈ പയ്യനെയും ആ പയ്യന്റെ ആ ഒരു കൂട്ടുകാരെയും ഒക്കെ ചേർത്ത് വിളിക്കുന്നതാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? കേസ് കൊടുക്കണം ഇങ്ങനെയുള്ള നാറികൾക്കെതിരെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പക്ക റേസിസമാണ്. ആ നിറത്തിന്റെ പേരിൽ ഒരു വംശീയമായിട്ടുള്ള ഒരു അധിക്ഷേപമാണ് കോളനിയിലുള്ളത്. എന്തോ കോളനിക്ക് എന്താ പ്രശ്നം? കോളനിക്കകത്ത് പോയിട്ടുണ്ട് ഇയാള്. ഇവിടെ ഈ കേരളത്തിന്റെ അകത്തും മറ്റു സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കോളനികളുണ്ട്. ആ കോളനിയിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ആ ജനത ഇന്നും കട്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്നുണ്ട്. ആ ആൾക്കാർ അഡ്രസ്സ് ചെയ്യാതെ, അവർക്കൊരു ഗുണവും ചെയ്യാത്ത, ഒരു ഉപകാരം ചെയ്യാത്തവർ അതിനെ കോളനി എന്ന് പറഞ്ഞ് വിളിച്ചാക്ഷേപിക്കുക. നിനക്ക് എങ്ങനെ കഴിയുന്നുണ്ട് അങ്ങനെ പറയുന്ന ആറികൾ? ഓക്കെ, സോ അത് കിച്ചുവിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ഉണ്ടത്. എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ടായത്. ഞാനത് അപ്പം തന്നെ എടുത്ത് വെച്ചതായിരുന്നു. സോ ഒരു സൈഡ് നോക്കുമ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ സമൂഹത്തിനെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിനെ നമ്മൾ നഖശികാന്തം എതിർക്കും. സമൂഹത്തിന് ഗുണകരമല്ലാത്ത ഒരു കാര്യത്തിനെയും ഏത് കൊടികെട്ടിയ കൊമ്പം വന്നിരുന്നാലും അതിനെ എതിർക്കും. നഖശികാന്തം കൈയും മെയ്യും മറന്ന് ആ സംഭവത്തിനെ എതിർക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ രതീഷോ ഏതോ ലവനൊക്കെ ഈ ഫാമിലി വ്ളോഗൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഈ സ്ത്രീയെയും കൂടെ കൊണ്ട് നടന്നുകൊണ്ട് അവരെ വെച്ച് റീച്ചും ഉണ്ടാക്കിയിട്ട് ആ റീച്ചിന്റെ പുറത്ത് ഭയങ്കര മറ്റതായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഇജാതി പരിപാടികളും കാണിച്ച് ഉടായ്പും കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പൊതുസമൂഹം നൽകുന്ന മറുപടി താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ള കാത്തിരുന്ന് കണ്ടോ കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2 കോണ്ടെക്സ്റ്റ് ആണ്. ഒന്ന് രേണു സുധി എന്ന് പറഞ്ഞ ഈ നമ്മളെ സുധിയുടെ വിധവ. ഒരു വിധവ സമൂഹത്തിൻ്റെ അകത്ത് പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അറിയണം. ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ, ഒരു വിധവ, ഒരു ഡിവോഴ്സി, ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള പല സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിംഗിൾ പാരന്റ് ആയിട്ടുള്ള, സിംഗിൾ വിമൺ ആയിട്ടുള്ള, സിംഗിൾ മദർ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് സമൂഹത്തിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു പുരുഷൻ ആ ഒരു കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പാട്രിയാർക്കി. ഉണ്ടെന്നേ, ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ കോളനി എന്ന് പറയുന്നില്ലേ, ഇവിടെ ജാതി ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം വേടന്റെ കാര്യവും പറഞ്ഞ് ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞു. ജാതിയാണിതും. കോളനി എന്ന് വിളിക്കുന്ന ഒരു തരം ജാതിയാണ്. ജാതി ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ പിന്നെ ഈ പറഞ്ഞ മറ്റ് അപ്പർ ക്ലാസ്സിൽ പെടുന്ന, അപ്പർ ജാതിയിൽ പെടുന്ന സവർണറായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി സാധാരണ മറ്റ് താഴ്ന്ന ജാതി എന്ന സമൂഹത്തിൽ ഇന്നും ചാതുർവർണ്ണത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ജാതിയിൽ ഇന്നും താഴേക്കടയിലുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്നും മേൽത്തട്ടുള്ള ജാതിയിലുള്ള ആളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ച് പോകാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ പറയണം. അത് പറ്റുമെങ്കിൽ ജാതി ഇല്ലെന്ന് ഞാൻ പറയും. അത് പറ്റില്ല എങ്കിൽ അവിടെ ജാതി ഉണ്ടെന്നും പറയും. ഓക്കെ, എന്നാണ് ഇതൊക്കെ ഉണ്ടായത്? ചാതുർവർണ്ണയം എന്നുള്ള കാര്യം പണ്ടത്തെ പരിപാടിയാണ്. അത് ഇന്നും കൊണ്ട് നടക്കുന്നു. മനുസ്മൃതിയുടെ കാര്യങ്ങൾ ഇന്നും കൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ ചാതുർവർണ്ണയം പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ, പൗരോഹിത്യ കാലത്തുള്ള കാര്യങ്ങൾ ഇന്നും കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ ഏത് കാലഘട്ടമാണ്? വേദകാലഘട്ടത്തുള്ള കാര്യങ്ങൾ ഇന്നും ഈ 2025 കൊണ്ട് നടക്കുകയാണെങ്കിൽ ചില്ലറ പരിപാടിയൊന്നും പോരാ. സോ കാലഘട്ടം ഇനി മാറാനുണ്ട്. അത് മാറും. ഒരു 10-100 വർഷം കഴിയുമ്പോഴേക്കും ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറും. അതുകൊണ്ട് ഇവിടെ രേണു സുധി ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് സത്യം പറഞ്ഞ സമൂഹത്തിനെതിരും
അവിടെ ജീവിക്കാൻ വേണ്ടി ഒരു പയ്യൻ ഉദയം ചെയ്ത ഒരു ചാനൽ അവൻ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സുധിയുടെ മകൻ അവന് നിരുപാധിക സപ്പോർട്ടും കൊടുക്കും. ഓക്കെ, സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ബൈ.